കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ പെരുമ്പളം പാലം, അതായത് കായലിന് കുറുകെയുള്ള വെമ്പനാട് കായലിന് കുറുകെയാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പെരുമ്പളം ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. അതായത് നേരത്തെ ബോട്ട് സർവീസിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ദ്വീപാണിത്. പക്ഷേ ഇത് ഏതാണ്ട് 10,000-15,000 15,000 ഇടയിലുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ദ്വീപുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു പാലം എന്നുള്ളത്, കരയുമായി ബന്ധിപ്പിക്കുന്നതിനൊരു പാലം വേണമെന്നുള്ളത്. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാണ്ട് 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ളൊരു സാഹചര്യമാണുള്ളത്. പെരുമ്പളത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നമ്മോടൊപ്പമുണ്ട്. പെരുമ്പളംകാരുടെ വികാരം എന്താണെന്ന് നമുക്കിപ്പം ഈ പ്രസിഡൻറ്റിലൂടെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പം വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. കാര്യം ഇനിയിപ്പം മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുകയാണ്. പഞ്ചായത്തുകാരുടെ പൊതുവേ ഉള്ളൊരു വികാരം എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം, ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇത് കണ്ടു കാണുമല്ലോ, ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഇവിടെ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പുരോഗതി വീക്ഷിക്കുന്നതിന് വേണ്ടി പെരുമ്പള നിവാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിലെ സാഫല്യം ഏറ്റവും സബലീകരിക്കാൻ പോകുന്ന ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ അത് പെരുമ്പളം പാലത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരിക്കുകയാണ്. ഒരു സ്വപ്നം പൂവണിയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് ഞങ്ങൾ. പഞ്ചായത്തിന് പുതുതായിട്ട് ടൂറിസം പ്രൊജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ്. നേരത്തെ ആലപ്പുഴ ആയിരുന്നെങ്കിലും ഇതിപ്പോൾ കൊച്ചിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. തീർച്ചയായിട്ടും പെരുമ്പളം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജീവിതവും പ്രകൃതി ഭംഗിയും എല്ലാം ടൂറിസത്തിൽ നമുക്ക് വലിയ സാധ്യത തരുന്നുണ്ട്. ഇപ്പം ഒരാളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് രോഗിയായിട്ട് അക്കരയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാൾ മരിച്ചു പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. അതിനനുസരിച്ച് നമ്മളിവിടെ ഇപ്പോൾ നമുക്ക് ആംബുലൻസ് സർവീസുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വലിയ ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 20-30 മിനിറ്റ് കൊണ്ട് നമുക്ക് എറണാകുളത്തെത്തുന്നതിന് സാധിക്കും. അപ്പോൾ അത് വലിയൊരു അനുഭവം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഒരിക്കലും പെരുമ്പളത്ത് കേവലം 15,000 താഴെ മാത്രം ജനസംഖ്യയുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാലത്തും അങ്ങനെ ഒരു പാലം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുന്നതിനുള്ള ഏറ്റവും വലിയ വികസന ഉദാഹരണമാണ് പെരുമ്പളം പാലം. അങ്ങനെയൊന്നും കേരളത്തിൽ ഒരിടത്തും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതികൾ ഒന്നുകൂടിയാണ് ഇങ്ങനെ ഒരു ചെറിയ ദ്വീപിലേക്ക് കേവലം കുറച്ചാളുകൾ മാത്രം താമസിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ദ്വീപ് കൂടിയാണ്. 15,000 താഴെ മാത്രമാണ് ജനസംഖ്യ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പെരുമ്പളം പാലം. 100 കോടിയിലധികം രൂപ മുടക്കി 10,000-നും 15,000-നും ഇടയിൽ മാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദ്വീപിലേക്ക് സർക്കാർ ഒരു പാലം പണിയുക എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധത ഒന്ന് മാത്രമാണ്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ.